എല്ലാവരും അംഗീകരിക്കും. ലോകം അറിയപ്പെട്ട ചക്രവർത്തി ഉണ്ടായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയുന്നു, ഐ ഹാവ് 2 ഗ്രേറ്റ് അംബിഷൻസ്. മഹത്തായ 2 ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. മഹത്തായ 2 ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, ഐ വാണ്ട് ടു റൈൻ ദ ഹോൾ വേൾഡ്. ഈ ലോകം മുഴുവനും എനിക്ക് ഭരിക്കണം. ലോകത്തിന്റെ മുഴുവനും ചക്രവർത്തിയായി എനിക്ക് മാറണം. അതാണ് ഒന്നാമത്തെ ആഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹം ആസ് ലൈക്ക് ഹസരത്ത് ഉമർ. ആ ഭരണം മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമായി മാറി. എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇംഗ്ലണ്ടിലെ ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്, സർ തോമസ് ഹാർട്ട്ലി. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ദ സ്വേർഡ് ഓഫ് പീസ് ആൻഡ് ജസ്റ്റിസ്. നീതിയുടെ പടവാൾ. ആരെ പറ്റിയ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയ. ഇനിയിപ്പോ നബിദിനം വരും. എല്ലാ നബിദിന പ്രഭാഷണങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? ഡോക്ടർ മൈക്കിൾ എച്ച് ഹാർട്ട്. ആരും റളിയല്ലാഹു അൻഹു ഒന്നും പറയല്ലേ, സഹാബി ഒന്നുമല്ല. എല്ലാ നബിദിന സദസ്സിലും കേൾക്കുമ്പോ ഇനി സഹാബി ആണോ എന്ന് ആരും കരുതണ്ട. അയാൾ ഒരു പുസ്തകം എഴുതി, ദ 100 റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ 100 മഹാരഥന്മാർ, 100 പേരെ പറ്റി പുസ്തകം എഴുതി. അതിൽ പക്ഷേ 2 മുസ്ലിമീങ്ങളുടെ പേരേ വന്നിട്ടുള്ളൂ. 2 മുസ്ലിങ്ങളെ പറ്റിയേ വന്നിട്ടുള്ളൂ. ഒന്നാമതായി തന്നെ വന്നു മഹാനായ സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം വന്നത് 49ാമത് വന്നു മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരും അംഗീകരിക്കുന്നു, എല്ലാവരും ആദരിക്കുന്നു. എന്നാൽ ഈ ഉമർ ആരായിരുന്നെന്നറിയോ? ഉമറിനൊരു കാലം ഉണ്ടായിരുന്നു. ദിവസവും രാവിലെ ഉമറിന്റെ ഉപ്പയായ ഖത്താബ് 100 ഒട്ടകങ്ങളുമായി ഉമറിനെ പറഞ്ഞു വിടും ബത്ഹായിന്റെ താഴ്വരയിലേക്ക് ഒട്ടകത്തെ മേയിക്കാൻ. അങ്ങനെ ഉമർ ഒട്ടകങ്ങളുടെ മൂക്ക് കയറും പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങും. അങ്ങനെ പോയി വൈകുന്നേരം ഉമർ ഒട്ടകങ്ങളെയും കൊണ്ട് വീട്ടിലേക്ക് വരും. പിതാവായ ഖത്താബ് ഒട്ടകങ്ങളെ ഇങ്ങനെ എണ്ണി അതിൻ്റെതായ തൊഴുത്തിലേക്ക് കയറ്റുമ്പോൾ രാവിലെ 100 ഒട്ടകങ്ങളുമായി പോയ ഉമർ വൈകുന്നേരം മടങ്ങി വന്നപ്പോൾ 2 ഒട്ടകത്തെ കാണാനില്ല. 98 ഒട്ടകങ്ങളെ ഉള്ളൂ. 2 ഒട്ടകങ്ങളെ പോലും നേരെ ചെന്ന് നോക്കാൻ നിനക്ക് കഴിയില്ലേടാ എന്ന് ചോദിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായിരുന്ന ഖത്താബ് ഒട്ടകത്തെ അടിക്കുന്ന ചാട്ടവാര കൊണ്ട് ഉമറിനെ അടിക്കുമായിരുന്നു. 2 ഒട്ടകങ്ങളെ മേയ്ക്കാൻ അറിയാതെ പോയിരുന്ന ഉമർ ആരായി മാറി? ലോകത്തിന്റെ 4-3 ഭാഗങ്ങളെയും മാതൃകാ ഭരണമായി ഭരണം നടത്തുന്ന ഒരു മഹാനായ ചക്രവർത്തിയായി മാറി. എങ്ങനെയാ ഉമർ റളിയല്ലാഹുവിന്റെ ജോലി എന്താണെന്നറിയോ? മക്കയിലുള്ള ഖുറൈശി പ്രമുഖന്മാരുടെ കൊട്ടേഷൻ ഗുണ്ടയായിരുന്നു ഉമർ. കൊട്ടേഷൻ ഗുണ്ട ഉമറിനെ വിളിച്ചിട്ട് പറയും, ഉമറെ ഇത്ര പണം തരാം, ഇന്ന ആളെ അങ്ങ് തട്ടിയേക്കുക, കൈയാണോ കാലാണോ തലയാണോ ഉമറിനോട് ചോദിച്ചാൽ മതി, എന്ത് വേണമെങ്കിലും ഉമർ കൊണ്ടുവന്ന് കൊടുക്കും. കൊട്ടേഷൻ ഗുണ്ടയായിരുന്നു ഉമർ. ഒരു ദിവസം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. മഹാനായ ഉമറിനെ വിളിച്ചിട്ട് ഖുറൈശികൾ കൊട്ടേഷൻ ഏൽപ്പിക്കുകയാണ്. ഉമറേ, ഞങ്ങൾ നിനക്ക് തരുന്ന കൊട്ടേഷൻ എന്തെന്നറിയുമോ? മുഹമ്മദ് എന്ന പേരുള്ള ഒരു നേതാവ് വന്നിട്ടുണ്ട്. മുഹമ്മദ് എന്ന പേരുള്ളതായ ഒരു പരിഷ്കരണവാദി വന്നിട്ടുണ്ട്. ഉമറേ, നീ പോയ മുഹമ്മദിന്റെ തലയെറുക്കണം. ഉമറേ, 100 ഒട്ടകങ്ങളെ നിനക്ക് സമ്മാനമായി നൽകാം. ഉമറേ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു യാത്രയാവുകയാണ്. തന്റെ കുതിരപ്പുറത്ത് കയറി ഉടവാളൂരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ ഉമർ യാത്രയാവുകയാ. അപ്രകാരം ഉമർ ഇങ്ങനെ യാത്രയാകുമ്പോൾ വഴിയിൽ വെച്ച് ഉമറിന്റെ ഒരു കൂട്ടുകാരൻ ഉമറിനെ കാണുകയാണ്. രഹസ്യമായി മുസ്ലിമായ ഒരു കൂട്ടുകാരനാണ്. ഉമർ ഇങ്ങനെ പോകുമ്പോൾ ഉമറിന്റെ കൂട്ടുകാരൻ ഉമറിനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഐന തുരീദു യാ ഉമർ? ഉമറ്, ഉടവാള് പോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്റെ പടക്കുതിയുടെ പുറത്ത് കയറിക്കൊണ്ട് എവിടേക്ക് പോകുന്നു ഉമറേ? ഐന തുരീദു യാ ഉമർ? എവിടേക്ക് പോകുകയാണ് ഉമർ? ഉടൻ തന്നെ ഉമറാ മറുപടി പറയുന്നു, കൂട്ടുകാരാ, ഞാൻ എവിടേക്ക് പോകുന്നെന്നറിയുമോ? ഉരീദു ഹാദാ സബീല്ലദീ ഫറഖ അംറ ഖുറൈശ്. ഉമറേ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഈ
ഉമർ പോകുന്നത് എങ്ങോട്ടാണെന്നറിയുമോ? ഉരീദു ഹാദ സബീൽ നബി ഫറഖ അംറ ഖുറൈശികളുടെ വിശ്വാസം അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ, ഖുറൈശികളുടെ ആചാരങ്ങൾ അനാചാരങ്ങൾ എന്ന് പറഞ്ഞ, ഇത്രയും നാൾ അടിമകളായി കഴിഞ്ഞ ബിലാലിനും അമ്മാറിനും യാസിറിനും പോലെയുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞ മുഹമ്മദിനെ ആ മുഹമ്മദിന്റെ തലയറുക്കാൻ ഖുറൈശികളുടെ കൊട്ടേഷനും വാങ്ങിയെടുത്തുകൊണ്ട് ഉമർദാ യാത്രയാകുന്ന കൂട്ടുകാരാ. ഉടൻ തന്നെ രഹസ്യമായ മുസ്ലിമായ ഉമറിന്റെ കൂട്ടുകാരൻ ചോദിച്ചു, ഉമറേ, നീ എന്നാണ് അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് മുസ്തഫാന്റെ തലയെറുത്താൽ ഉമറേ നിനക്ക് തോന്നുന്നുണ്ടോ ആ മുഹമ്മദിന്റെ കുടുംബക്കാരായ അബ്ദു മനാഫ് കുടുംബക്കാര് നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉമറേ, താരിഖേക തംശി അലൽ അർദ്, ഭൂമിയിലൂടെ സ്വസ്ഥമായി നടന്നു നീങ്ങാൻ നിന്നെ അവര് വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉമറേ, ഉമറിന് ആ ചോദ്യം ഇഷ്ടപ്പെടുന്നില്ല. ഉമറിന് ചോദ്യം ചെയ്യാൻ വരുന്നു, ഉമറിനെ വിരട്ടാൻ വരുന്നു. ഉമറദാ കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങുകയാണ്. നീ മുഹമ്മദിന് വേണ്ടി വക്കാലത്ത് പറയാൻ വരുന്നു, മുഹമ്മദിന് വേണ്ടി എന്റെ മുന്നില് മുഹമ്മദിന് വേണ്ടി വാദിക്കുവാൻ വരുന്നു. എങ്കിലാദ്യം നിന്റെ തല തന്നെ ഞാൻ അറുത്തു മാറ്റട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സംസാരിച്ച തന്റെ കൂട്ടുകാരന്റെ തലയെറുക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ ആ കൂട്ടുകാരൻ ചോദിച്ചു, ഉമറേ, ആര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളായി തീർന്നാലും നീ അവരെ കൊല്ലുമോ ഉമറേ? നീ അവരുടെ തലയെറുക്കുമോ ഉമറേ? ഉമർ പറഞ്ഞു, ആരായാലും ഞാൻ അവരെ കൊല്ലുന്നതാ, ആരായാലും ഞാൻ അവരുടെ തലയെറുക്കുന്നതാ. ഉടൻ തന്നെ കൂട്ടുകാരൻ പറഞ്ഞു, ഉമറേ, എങ്കിൽ നീ എന്റെ തലയല്ലടാ അറക്കേണ്ടത്, പിന്നെയോ അഫലാ തർജിഉ ഇലാ അഹ്ലിക ഫഖവ്വിം അംറഹു. ഉമറേ, നീ നിന്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോടാ. നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായ ഉമറേ, നിന്റെ സഹോദരി ഭർത്താവ് ഫാത്തിമയുടെ ഭർത്താവും മുസ്ലിമായ ഉമറേ, ആദ്യം പോയി അവരെ നന്നാക്കടാ, എന്നിട്ട് നീ എന്നെ നന്നാക്കാൻ വാടാ. മുസ്ലിമായതിന്റെ പേരിൽ തന്റെ തലയിറക്കാൻ വന്ന ഉമറിനോട് കൂട്ടാരൻ പറഞ്ഞു, ഉമറേ, ആര് മുസ്ലിമായാലും കൊല്ലുവോ? ആര് മുസ്ലിമായാലും കൊല്ലും. എങ്കിൽ പോകുമറേ, നിന്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോ. നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായി, നീ അറിഞ്ഞോ? ഫാത്തിമയുടെ ഭർത്താവ് മുസ്ലിമായി, നീ അറിഞ്ഞോ? ആദ്യം അവരെ നന്നാക്കിട്ട് നീ എന്റെ അടുക്കലേക്ക് വാ. മഹാനായ സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. ഉമറിന്റെ ദേഷ്യം കൂടി, ഉമറിന്റെ കോപം വർദ്ധിച്ചു. ഉമർ ഉടൻ തന്നെ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ കഥ കടച്ചിട്ടിരിക്കുകയാണ്. വീടിന്റെ കഥ കടച്ചിട്ടിരിക്കുകയാണ്. മഹാനായ ഉമർ കഥകിനടുക്കലേക്ക് ചെന്ന് നിന്നു. അകത്ത് നിന്ന് എന്തോ ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട്. ഉമർ കഥകിൽ ഇങ്ങനെ തട്ടി, ഫാത്തിമ, എടി ഫാത്തിമ, കഥക് തുറക്കടി. ഉമറിന്റെ ശബ്ദം വീട്ടിനുള്ളിലേക്ക് വന്നു. കഥക് തുറക്കുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒന്ന് ചിന്തിച്ചേ, സന്ധ്യാസമയത്ത് വീട്ടിലേക്ക് പോയി കഥ അടച്ചിട്ടിരിക്കുക, അകത്തുനിന്ന് എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കഥകിൽ തട്ടി, ഫാത്തിമ കഥക് തുറക്കാൻ പറഞ്ഞു, കഥക് തുറക്കുന്നില്ല, അകത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടു. അപ്പൊ നമുക്ക് ഉറപ്പാണ്, ഇനി ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും സീരിയലിന്റെ ഇടയിൽ പരസ്യം വന്നിട്ടല്ലാതെ കഥക് തുറക്കില്ല അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു കഥകിൽ തട്ടി, അകത്തെന്തോ സംസാരം നടക്കുക. എന്താ നടക്കുന്നേ? ഉമറിന്റെ സഹോദരി ഫാത്തിമയും ഉമറിന്റെ സഹോദരിയുടെ ഭർത്താവും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എന്നൊരു ഉസ്താദ് വന്നിട്ട് വീട്ടിലിരുന്ന് രണ്ടുപേർക്കും ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ഖുർആനിന്റെ മജ്ലിസ് മക്കയിലുണ്ടായിരുന്നു. ഖുർആന്റെ മജ്ലിസ് നമ്മുടെ നാട്ടിലുണ്ടോ അല്ലെ? എല്ലാ മജ്ലിസും ഞാൻ പറയുന്നതുകൊണ്ടൊരു വിഷമം തോന്നണ്ട. ദിക്റിന്റെ മജ്ലിസ് ഉണ്ട്, സലാത്തിന്റെ മജ്ലിസ് ഉണ്ട്, ബുർദയുടെ മജ്ലിസ് ഉണ്ട്. ഖുർആനിന്റെ മജ്ലിസ് മാത്രമില്ല. മക്കയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ വീട്ടിൽ നടക്കുന്നു ഖുർആനിന്റെ മജ്ലിസ്.
ഖുർആനിന്റെ മജ്ലിസ്. ഉമർ വീണ്ടും കഥകിൽ തട്ടി, ഇഫ്തഹി യാ ഫാത്തിമ, എടി ഫാത്തിമ കഥക് തുറക്കടി. ഖുർആൻ പഠിപ്പിക്കാൻ ഉസ്താദ് ഇങ്ങനെ വന്നിരുന്നതാ. പെട്ടെന്ന് ഉമറിന്റെ ശബ്ദം, ഉമറിന്റെ സഹോദരി പറഞ്ഞിട്ടുണ്ട്, ഉമർ വന്നിട്ടുണ്ട്. ഉമർ എന്ന പേര് കേട്ടത് ഉസ്താദ് ഇരുന്നിങ്ങട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഉമർ എങ്ങാണ് എന്നെ കണ്ടാല്, ഞാൻ ഇവിടെ ഖുർആൻ പഠിപ്പിക്കാനാണ് വന്നതെന്ന് ഉമർ എങ്ങാണ് പറഞ്ഞാല് ആദ്യം ഉമർ എന്നെ പീസാക്കി. അതുകൊണ്ട് ഉസ്താദ് ആദ്യം ഓടി. ഖുർആനൊന്നും എടുക്കാൻ നിന്നില്ല, ഖുർആനും കിതാബും ഒന്നും നോക്കാൻ നിന്നില്ല. ഉമറെന്ന് കേട്ടതും പേടിച്ച് അടുക്കളയുടെ ഭാഗത്തോടി എവിടെയോ കയറി ഒളിച്ചിരുന്നു. ഉമറിന്റെ സഹോദരി കഥക് ഉറക്കാൻ പോയി. കാരണം 2 പ്രാവശ്യം ഉമർ കഥകിൽ തട്ടി. 3ാമത് കഥകിൽ തട്ടൊന്നുമില്ല, ചവിട്ടി പൊളിച്ച് അകത്ത് വരലേ ഉണ്ടാവുള്ളൂ. അതൊക്കെയാ ഉമറിന്റെ ശീലം. അങ്ങനെ മഹാനായ ഉമറിന്റെ മുന്നിൽ പ്രിയപ്പെട്ട സഹോദരി കഥക് തുറന്നു. മഹാനായ ഉമറിനാ വീട്ടിനുള്ളിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ നീ മുസ്ലിമായോ ഫാത്തിമ എന്ന് ചോദിച്ചുകൊണ്ട് ഉമർദാ തന്റെ സഹോദരി അടിക്കാൻ തുടങ്ങുകയാണ്. തന്റെ സഹോദരിയുടെ മുഖത്തേക്ക് ഉമർദാൻ അടിക്കാൻ തുടങ്ങുകയാ. ഉടൻ തന്നെ സഹോദരിയുടെ ഭർത്താവ് തടസ്സം പിടിക്കാൻ വരികയാണ്. രണ്ടുപേരെയും ഉമർ മർദ്ദിക്കുകയാണ്. എന്തൊക്കെയാണോ തന്റെ കയ്യിൽ കെട്ടിയത്, കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഉമർ അവരെ അടിക്കുകയാണ്. അവരുടെ ശരീരം പൊട്ടുകയാ, തല പൊട്ടി രക്തമൊഴുകുകയാണ്, മുഖം പൊട്ടി രക്തമൊഴുകുകയാണ്. ഉമർ ക്രൂരമായി അവരെ മർദ്ദിക്കുകയാ. അങ്ങനെ രണ്ടുപേരും മർദ്ദനം കൊണ്ട് അവശരായ വീടിന്റെ 2 വശത്തിരിക്കുകയാണ്. അകത്തേറി ഒളിച്ചിരുന്ന ഖബാബ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരാതെ ഒളിച്ചിരിക്കുകയാണ്. ഉമറിന്റെ ദേഷ്യം തീരുന്നില്ല. ഉമർ ദേഷ്യത്തോടുകൂടി നോക്കുമ്പോൾ അതാ വിശുദ്ധ ഖുർആൻ കിടക്കുകയാണ്. ഖബാബ് റളിയല്ലാഹു അൻഹു ഖുർആൻ എടുക്കാതെ അകത്തേക്ക് ഓടിയതല്ലേ, ആ ഖുർആൻ അവിടെ കിടക്കുകയാണ്. ഉമർ പെട്ടെന്ന് ആ ഖുർആൻ എടുക്കാൻ പോവുകയാണ്. അതേ ഉമറിന്റെ പെങ്ങൾ ഫാത്തിമയുണ്ടല്ലോ, ഉമർ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ഫാത്തിമ അവശയായി വീണ് കിടക്കുകയാ. മഹദിയായ ഫാത്തിമ ഉമറിന്റെ കയ്യിൽ പെടുന്നതിന് മുമ്പ് ഉടൻ തന്നെ വിശുദ്ധ ഖുർആൻ എടുത്ത് നെഞ്ചോട് ചേർക്കുകയാ. ഉമറിന്റെ സഹോദരിയാണ്, ഉമറിന്റെ ധീരതയുള്ള സഹോദരിയാ, ഉമറിന്റെ ധൈര്യമുള്ള സഹോദരിയാ. ഉമർ പറഞ്ഞു, ഫാത്തിമ ഇഅ്തിലി ഹാദിഹി സഹീഫത യാ ഫാത്തിമ, ഫാത്തിമ അതിങ്ങു തരൂ ഫാത്തിമ, ഞാനൊന്ന് വായിക്കട്ടെ ഫാത്തിമ. ഉടൻ തന്നെ മഹദിയായ ഫാത്തിമ പറഞ്ഞു, ഇല്ല ഉമർ, ഇന്നക നജസൻ വ ഇന്നഹാ താഹിർ ലാ യമസ്സുഹാ ഇല്ലാ മുതഹിറുൻ. ഇല്ല ഉമർ, നീ ദേഷ്യത്തിലാണ് ഉമർ, നീ ദേഷ്യം കൊണ്ട് അശുദ്ധിയോടുകൂടി നിൽക്കുകയാണ് ഉമർ. ഈ ഖുർആൻ പരിശുദ്ധമാണ് ഉമർ. ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന, കോപത്തോടുകൂടി നിൽക്കുന്ന നിന്റെ കയ്യിലേക്ക് ഈ ഖുർആൻ ഞാൻ തരില്ല ഉമറേ. മഹാനായ ഉമർ ചോദിച്ചു, ഫാത്തിമ എന്ത് ചെയ്താൽ നീ അതെനിക്ക് തരുന്നതാണ്? ഉടൻ തന്നെ ഫാത്തിമ പറഞ്ഞു, ഉമറേ നീ പോയി കുളിച്ച് ശുദ്ധിയായി വരിക ഉമറേ. ഉമറുടൻ തന്നെ യാത്രയാവുകയാണ്. ഉമർ പോയി കുളിച്ച് ശുദ്ധിയായി ശുഭവസ്ത്രധാരിയായി മടങ്ങി വരികയാണ്. ഹാദിഹി സഹീഫത യാ ഫാത്തിമ, ഫാത്തിമ അതിങ്ങ് തരൂ ഫാത്തിമ, ഫാത്തിമ അതിങ്ങ് തരൂ ഫാത്തിമ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഉമറിന്റെ കയ്യിലേക്ക് ഖുർആൻ കൊടുക്കുകയാണ്. ഉമറിന്റെ കയ്യിലേക്ക് ഖുർആൻ കൊടുക്കുകയാണ്. അതേ ചരിത്രത്തിന്റെ ഗതി പോലും മാറുകയാണ്. ചരിത്രം മാറ്റിമറിക്കപ്പെടുകയാണ്. ഉമർ ദാ ഖുർആൻ ഓതാൻ തുടങ്ങുകയാ. എന്റെ ചെറുപ്പക്കാരാ, ഉമറാകാൻ നിനക്ക് കഴിയുമോ? എങ്കിലെന്റെ പൊന്നുപോലെ ഖുർആൻ നീ ഒന്ന് കൈകൊണ്ടെടുക്കടാ. അല്ലാഹുവിന്റെ ഖുർആൻ നീ ഒന്ന് പാരായണം ചെയ്യടാ. പാടായ ഉമർ വായിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാമയനായ, കരുണാവാരിധിയായ അല്ലാഹുവിന്റെ നാമത്തിലാണല്ലോ ഈ ഖുർആൻ തുടങ്ങുന്നത്. അതേ ദുനിയാവില് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്ന, എന്നാൽ ആഖിറത്തിലോ തനിക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്ന അല്ലാഹ്. ആ
അല്ലാഹുവിന്റെ നാമത്തിലാണല്ലോ ഈ ഖുർആൻ തുടങ്ങുന്നത്. ഇതെത്രയോ സുന്ദരമായ വചനങ്ങളാണ്, ഇതെത്രയോ സുന്ദരമായ നാമങ്ങളാണ്. വീണ്ടും ഉമർദാ വായിച്ചു തുടങ്ങുകയാണ്. ത്വാഹ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഉമർ വായിച്ചു തുടങ്ങുകയാണ്. ത്വാഹ ഏ ത്വാഹ നബിയേ, ഏ ത്വാഹ നബിയേ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഇല്ല നബിയേ, ഇല്ല നബിയേ, ഇല്ല നബിയേ, താങ്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ, താങ്കളെ വിഷമിപ്പിക്കാൻ ഞാൻ ഈ ഖുർആൻ ഇറക്കിയില്ല നബിയേ. ഉമർ ചിന്തിച്ചു പോവുകയാണ്. ഇതെത്രയോ സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങളാണ്. മുഹമ്മദ് സാഹിത്യം പഠിച്ചിട്ടില്ല, മുഹമ്മദിന് എഴുതാൻ അറിയില്ല, മുഹമ്മദിന് എഴുതിയാൽ തന്നെ വായിക്കാൻ അറിയില്ല, മുഹമ്മദ് സാഹിത്യവും പഠിച്ചില്ല. പക്ഷേ ഇതെത്രയോ സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങളാണ്. ഇല്ല ഇല്ല, ഇത് മുഹമ്മദിന്റെ വാക്കുകളല്ല, ഇത് ലോകത്തുള്ള ഒരു മനുഷ്യന്റെയും വാക്കുകളല്ല, ഇത് രാജാതിരാജരായ പടച്ചവന്റെ വാക്കുകളാണ്. വീണ്ടും ഉമർ ഇങ്ങനെ വായിച്ചു വായിച്ചു വരികയാണ്. ഇന്നനി അനല്ലാഹ്, ഇന്നനി അനല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ